അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വവും കടമകളും വിളിച്ചോതിക്കൊണ്ടാണ് ഓരോ പരിസ്ഥിതി ദിനങ്ങളും കടന്നുപോകുന്നത്. ഈ ദിനത്തിൽ പ്ലാസ്റ്റിക്കിനോടുള്ള പോരാട്ടത്തിൽ ഒന്നാമതെത്തി നിൽക്കുന്ന ഷൊർണൂർ നഗരസഭയെ പരിചയപ്പെടാം. ഒരു കാലത്ത് ഷൊർണൂരിലെ തെരുവുകളും വഴിയോരങ്ങളും ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങളാലും ചപ്പുചവറുകളാലും വൃത്തിഹീനമായി കിടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇതൊരു സുന്ദര നഗരമാണ്. വഴിയോരങ്ങൾ നിറയെ പൂച്ചെടിച്ചട്ടികൾ, വീടുകളിൽ നിന്നും വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ജൈവവളമാക്കി മാറ്റാനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങളാർന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായ ഷൊർണൂർ നഗരസഭയെക്കുറിച്ചാണ് പറഞ്ഞുവരുന്നത്. പ്ലാസ്റ്റിക്കിനെ സമ്പൂർണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങിയ നഗരസഭയ്ക്കൊപ്പം ഹരിതകർമ്മ സേനാംഗങ്ങളും വിയർപ്പൊഴുക്കി പണിയെടുത്തു. ഉപേക്ഷിക്കപ്പെടുന്ന മാലിന്യങ്ങളെല്ലാം ശേഖരിച്ച് ഖരമാലിന്യ ശേഖരണത്തിലെത്തിക്കുന്നതും വേർതിരിക്കുന്നതുമെല്ലാം ഹരിതകർമ്മ സേനാ അംഗങ്ങളാണ്. മാലിന്യങ്ങൾ വേർതിരിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗത്തിനായി പൊടിച്ചെടുക്കുവാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ഷൊർണൂർ നഗരസഭയിൽ നിന്ന് ഞങ്ങള് ഹരിതകർമ്മ സേനകള് 63 പേരുണ്ട് ഇപ്പോൾ നിലവില്. അവര് 33 വാർഡുകളിൽ നിന്നായിട്ട് 25 ടണ്ണോളം മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ നമ്മള് HM, PP, LD അങ്ങനെ വേർതിരിച്ച് ഓരോന്നും വേർതിരിച്ച് ബയൽ ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് ഒരു കമ്പനിക്കാണ്, പ്രൈവറ്റ് കമ്പനിക്കാണ് കൊടുക്കുന്നത്. ആ കമ്പനി കൃത്യമായ ഇടവേളകളിൽ അത് ഇവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പ്, ലെതർ അത്തരം സാധനങ്ങൾ റിജക്ട് എന്ന രീതിയിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. അത് സിമന്റ് കമ്പനിക്കാണ് ഇതേ കമ്പനി തന്നെ കൊണ്ടുപോകുന്നത്. പിന്നെ കുറച്ച് MLP രീതിയിലുള്ള കവറുകളെല്ലാം നമ്മളിവിടെ പൊടിച്ച് റോഡ് ടാറിങ്ങിന് വേണ്ടിയിട്ടും കൊടുക്കുന്നുണ്ട്. പ്രതിദിനം 1.5 ടൺ ഖരമാലിന്യങ്ങളാണ് ഷൊർണൂർ ഖരമാലിന്യ കേന്ദ്രത്തിൽ നിന്നും കയറ്റി അയക്കുന്നത്. സിമന്റ് കമ്പനിക്കും ടാറിങ്ങിനുമാണ് ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പോകുന്നതെന്ന് അധികൃതർ പറഞ്ഞു. മുമ്പ് മാലിന്യ കൂമ്പാരങ്ങളായി കിടന്നിരുന്ന ഭാഗങ്ങളെല്ലാം ഇന്ന് മനോഹരമായ പൂന്തോട്ടങ്ങളാക്കി മാറ്റി. കേരളത്തിലെ മാലിന്യമുക്ത ആദ്യ നഗരസഭയായി അംഗീകരിക്കപ്പെട്ടത്. കാരണം ഇവിടെ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. ജൈവവള സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുമ്പൂർ മൊഴി മാതൃക വളരെ നല്ല വിധത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തുമ്പൂർ മൊഴി ചെയ്യുന്നതിന് അടിസ്ഥാനം ജൈവവളങ്ങൾ അടിയിൽ ഫുഡ് വേസ്റ്റും അങ്ങനെയുള്ള മാലിന്യങ്ങൾ അടിയിൽ നിരത്തിക്കൊണ്ട് അതിന്റെ മേലെ ചകിരിച്ചോറ് ഇട്ടുകൊണ്ട് വീണ്ടും ലെയറായി വീണ്ടും ചകിരിച്ചോറ് പുറമെ മാലിന്യങ്ങൾ ഇങ്ങനെ നിരത്തിക്കൊണ്ട് നല്ല ജൈവമാലിന്യം ഉണ്ടാക്കി നമുക്ക് പുറത്തേക്ക് സപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ഇവിടെ ഉള്ള പ്ലാന്റ് ചെടികൾക്കെല്ലാം നമുക്ക് ഇട്ടുകൊടുത്ത് നല്ല കൃഷിയായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ വളമാക്കി മാറ്റാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. വഴിയോരങ്ങളിൽ ചത്തുകിടക്കുന്ന നാൽക്കാലികളുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ദുർഗന്ധം വമിക്കാത്ത രീതിയിൽ തുമ്പൂർമൊഴി മാതൃകയിൽ ഈ കേന്ദ്രത്തിൽ വെച്ച് വളമാക്കി മാറ്റുന്നു. സമ്പൂർണ്ണ ശുചിത്വവും പ്ലാസ്റ്റിക് വിമുക്തവുമായ നഗരമാക്കി ഷൊർണൂരിനെ മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് നഗരസഭ. ഇതിനായി കർമ്മനിരതരായി പ്രവർത്തിക്കുന്ന 63 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് നഗരസഭയുടെ കരുത്ത്. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ.
കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയതിലകത്തിന്റെ 29ാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKGയിലേക്കും 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു. കൂടാതെ ഈ വർഷം മുതൽ 6ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം, വാഹന സൗകര്യം, ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി CCTV ക്യാമറ സംവിധാനവും. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ, ദേശമംഗലം, കൂട്ടുപാത. ഫോൺ 8590080220 9645710222.